friends, welcome back to Indo-Italian dishes. ഇന്ന് നമുക്ക് നാടൻ ബീഫ് ഉലർത്തിയത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ചെയ്തെടുക്കുന്ന ബീഫ് എങ്ങനെയാണ് റെഡിയാക്കുന്നത്? ഇത് സിമ്പിൾ മെത്തഡാണ്, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷെ അതിലൊരു ചെറിയ മാറ്റം വരുത്തിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കുന്നതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്പെഷ്യലായിട്ട് ഒന്നും സാധനങ്ങൾ ചേർക്കാതെ നാടൻ രീതിയിൽ എങ്ങനെ വെക്കുന്നു. അതിനായിട്ട് 1.5 കിലോ ബീഫ് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീഫ് എപ്പോഴും തീരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് നല്ലത്, ഒത്തിരി മുഴുത്ത കഷ്ണങ്ങളെക്കാളും. 4 സവോള, മുഴുത്ത സവോള ചെറുതായി അരിഞ്ഞത്. കാരണം ഒരു 1/4 കിലോ കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണെങ്കിലും മതി. പക്ഷേ എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാനില്ലാത്തത് കൊണ്ട് മുഴുത്ത 4 സവോള ചെറുതായി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. 2 മുഴുത്ത കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തത്, 12 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1/4 മുറി തേങ്ങ ചെറുതായി തേങ്ങ കൊത്തിയെടുത്തത്, ആവശ്യത്തിന് കരിയാപ്പില. പിന്നെ ഇതിന് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, കടുക് വേണം. ഇതിനെല്ലാം ഈ സാധനങ്ങളെല്ലാം ഞാൻ ചേരുവകൾ ചേർക്കുമ്പോൾ പറയാം എന്ത് വേണ്ടമാണ് ഞാൻ ഇടുന്നതെന്ന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കറിയാക്കി എടുക്കുന്നത് നോക്കാം. ഇറച്ചിക്കറി വെക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ടൊരു വലിയ പാൻ വെച്ചു. അതിലേക്ക് 2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ വെളിച്ചെണ്ണയാണ് നല്ലത്, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾ ഓയിൽ ആണെങ്കിലും മതി. ഇപ്പം എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരാനായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഉപ്പിട്ടാൽ പെട്ടെന്ന് ഉള്ളി അങ്ങ് വഴന്ന് കിട്ടും. ഉള്ളി ഒന്ന് പകുതി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഈ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കരിയാപ്പില ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിപ്പോൾ ആ എണ്ണയിൽ തേങ്ങാക്കൊത്തൂടെ ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. അതിന് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇതെല്ലാം അവിടെ നന്നായിട്ട് എണ്ണയിലൊന്ന് മൂക്കട്ടെ. ഇപ്പം ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് മഞ്ഞൾ പൊടി 1/2 സ്പൂൺ ചേർക്കാം. മഞ്ഞളൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞളിൻ്റെ പച്ചക്കുത്തലൊന്ന് മാറട്ടെ. ഈ മഞ്ഞളൊക്കെ വീട്ടിൽ മമ്മി തന്നെ പൊടിച്ചെടുക്കുന്നതായതുകൊണ്ട് വേറെ വിഷാംശങ്ങളൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇപ്പം വീട്ടിൽ മഞ്ഞളൊന്നും പൊടിച്ച് റെഡിയാക്കാനായിട്ട് പറ്റത്തില്ലാത്തവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി മേടിക്കുന്നതിനേക്കാളും നല്ലത് പച്ച ഉണങ്ങിയ മഞ്ഞൾ ചന്തകളിലൊക്കെ നാട്ടിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് ഒരു വട്ടം കഴുകി വാരി വെയിലത്തൊന്ന് വെച്ച് ഉണങ്ങിയിട്ട് മില്ലിൽ കൊടുത്ത് പൊടിപ്പിച്ചെടുത്താൽ മതി. നല്ല സൂപ്പർ മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പൊടികളിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്താലും മതി. കാരണം എൻ്റെ സിസ്റ്റർ അങ്ങനെയാണ് ചെയ്യുന്നത്, അവൾ പറഞ്ഞു തന്നതാണ്. മഞ്ഞളിൻ്റെ പച്ചക്കുത്തൽ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1.5 കിലോ ഇറച്ചിക്ക്. അപ്പം 1 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പിരിയം മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി
ഇട്ട് കൊടുത്തു. ഇനി മുളക് പൊടി ഒന്ന് മൂക്കട്ടെ. പൊടികളൊന്ന് മൂപ്പിച്ചാൽ ആ ഇറച്ചിക്കറിക്ക് നല്ല കളറ് കാണും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതായത് 1.5 കിലോ ഇറച്ചിക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഒന്ന് മൂക്കട്ടെ. മൂക്ക് കരിഞ്ഞു പോകാതെ നോക്കിക്കോണം. തീ ഗ്യാസ് എപ്പോഴും സ്ലിമ്മിലോട്ട് വെച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക, കശുകശ ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്ന നല്ല നാടൻ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഞാൻ തന്നെത്താൻ പൊടിച്ചെടുക്കത്തേ ഉള്ളൂ. ഗരം മസാല ഏത് രീതിയിലാണ് ഞാൻ പൊടിക്കുന്നതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഉണ്ടാക്കുന്ന ഗരം മസാലയുടെ ഡിസ്ക്രിപ്ഷൻ ഇടാമേ. ഇപ്പം ഈ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ പാത്രത്തിൽ നല്ല മൂത്ത് വന്നൊരു മണവും വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇറച്ചി ആഡ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ട് ഈ പൊടി കഴിയാതെ ഇതിലെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇറച്ചിയിലെല്ലാം ഒന്ന് പൊടികളും അരപ്പൊന്ന് പിടിപ്പിച്ച് എടുക്കാം. ഇന്ന് ഞാൻ ഇറച്ചി വേവിക്കുന്നത് ഈ പാത്രത്തിൽ തന്നെ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറുള്ളത് കേട്ടോ. ഈ അരപ്പെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ കുക്കറിലോട്ട് ഇത് നല്ലതായിട്ട് വഴന്ന് ഇതിലെല്ലാം ആയി കഴിയുമ്പം അത് കുക്കറിലിട്ട് 2 പ്രാവശ്യം വിസിലടുപ്പിച്ചാണ് ഞാൻ വേവിച്ചെടുക്കാറുള്ളത്. പിന്നീട് ഞാൻ ഒലത്തിയെടുക്കത്തേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കുക്കറിൽ വെച്ച് വേവിക്കുന്നതിനേക്കാളും ഇരട്ടി രുചിയാണ് ഇങ്ങനെ പാത്രത്തിൽ തന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നതിന്. പക്ഷേ അതിനിച്ചിരി ക്ഷമ വേണം. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ വെച്ചുകൊണ്ടിരുന്നത്, കുക്കറിലല്ലായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ വേവിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരാമേ. ഇപ്പം നിങ്ങൾ മേടിക്കുന്ന ഇറച്ചി മൂത്തതാണെങ്കിലോ അല്ലെങ്കിൽ ഇച്ചിരി വേവ് ഒത്തിരി കൂടുതലാണെങ്കിലോ ഒക്കെ ഇതിലേക്ക് 1 നുള്ള കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് സാധാരണ ഞാൻ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. കാരണം എൻ്റെ മമ്മി കാണിക്കുന്നത് കണ്ടുകൊണ്ട് 1 നുള്ള കായപ്പൊടി. കൂടിപ്പോയാൽ പോകരുത്, കായപ്പൊടി കൂടിപ്പോയാൽ ചുവയ്ക്കും. അപ്പം ഈ കായപ്പൊടി ഇടുന്നത് എന്തിനാണെന്ന് ചോദിക്കും. അപ്പം ചുവ വരാത്ത രീതിയിൽ ഇപ്പം ഞാൻ ഇട്ടപ്പോൾ 1 നുള്ള കായപ്പൊടി ഇട്ടാൽ ഈ ഇറച്ചി എത്ര മൂത്ത ഇറച്ചി നല്ല സോഫ്റ്റായിട്ട് വരും. അതാണ് ഇതിൻ്റെ ടിപ്പ്. ഇത് നമുക്ക് അരപ്പെല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ അരപ്പിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കട്ടെ. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. നമ്മൾ ആദ്യം ആ ഉള്ളിയിലിട്ട് ഉപ്പെല്ലാം ഇട്ടുള്ളൂ, പിന്നെ എക്സ്ട്രാ ഉപ്പിട്ടില്ലായിരുന്നല്ലോ. അപ്പം കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഇതെല്ലാം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കണ്ടോ. അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി അതിൻ്റെ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുത്തോണം. ഇതിൻ്റെ അടപ്പ് തന്നെ എടുത്ത് ഇത് അടഞ്ഞിരുന്ന് വേകട്ടെ. അങ്ങനെ നമ്മുടെ ബീഫ് അപ്പം മുക്കാലും വെന്ത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ഒത്തിരി അതിനിടെ ഈ ബീഫിൻ്റെ ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആ 1 നുള്ള കായപ്പൊടി ചേർത്തുകൊണ്ടാണ് ഇതിങ്ങനെ സോഫ്റ്റായിട്ട് വന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈങ് പാനിലോട്ട് വെച്ച് നന്നായിട്ട് ഒലത്തി. ഇറച്ചി ഒലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് ഏറ്റവും ടേസ്റ്റി കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. അപ്പം ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. 2 കരിയാപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നിങ്ങളുടെ കയ്യിലൊക്കെ ഫ്രഷ് കരിയാപ്പിലയുണ്ട്, അതിൻ്റെ മണം വന്നാൽ മാത്രം മതി. എന്ത് മണം! എൻ്റെ ഈ ഫ്രഷ് ഇല്ല, എപ്പോഴും ഫ്രോസണാണ്. എൻ്റെ കരിയാപ്പ് ചെറുതാണ്, അതിൽ നിന്ന് കരിയാപ്പില എടുക്കാൻ ഭയങ്കര പാടാണ്. ഉള്ളി വഴന്നിട്ടുണ്ട് മുക്കാലും. അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയിട്ട്
ഒലത്താം. ഈ വെളിച്ചെണ്ണയിൽ ഈ ബീഫ് ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വരട്ടെ. നേരത്തെ വെച്ച രീതിയിൽ നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാനായിട്ടും ചോറിന് കഴിക്കാനും നല്ലതാണ്. പക്ഷേ ഇറച്ചി ഒലത്തി എടുക്കുമ്പോൾ ഇങ്ങനൊന്ന് രണ്ടാമതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ എന്തൊരു ടേസ്റ്റാണ് ഇറച്ചിക്കെന്നറിയാമോ? അപ്പോൾ അതിനാണ് ഞാനിത് രണ്ടാമത് ഒലത്തുന്നത് കാണിച്ചത്. നമ്മൾ കുക്കറി വെച്ച് വേവിക്കാതെ ഇങ്ങനെ പാത്രത്തിൽ തന്നെ വേവിച്ചെടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഇറച്ചിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാരണം വേറെ ഒന്നും കണ്ടാൽ കുക്കറി വേവിക്കുമ്പോൾ ആ പ്രഷർ കിടന്ന് അതിൻ്റെ ഇറച്ചിയുടെ ടേസ്റ്റ് മുഴുവൻ അങ്ങ് പോവും. ഇങ്ങനെ ഫ്രൈ പാനിൽ ഇങ്ങനെ പാത്രത്തിൽ തന്നെ വേവിച്ചെടുത്തിട്ട് പണ്ട് കാലത്ത് ചെയ്യുന്ന പോലെ വഴറ്റിയെടുത്താൽ അതിൻ്റെ സ്വാദ് ഒന്ന് അപാരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇറച്ചി ബീഫ് ഒലത്തിയത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ, ഒരു ഇറച്ചി ഒരു കഷ്ണത്തെ തൊടാതെ എല്ലാം നല്ല വിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്ക് നേരെ സെർവിങ് പ്ലേറ്റിലേക്ക് ആക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഒലത്തിയത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഒലത്തിയത് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. ഒലത്തിറച്ചിക്ക് കൂടുതൽ ടേസ്റ്റ്. പൊറോട്ടയുടെ കൂടി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഈ ബീഫ് ഒലത്തിയത്. ഇത് ബീഫ് വറ്റിച്ച് വെച്ചത്, ഒലത്താത്തത്. ഒലത്തിയതും ഒലത്താത്തതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഒലത്തിയതിന് ടേസ്റ്റ് കൂടുതലാണ്. ആ തേങ്ങാക്കൊത്തും എല്ലാം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ സൂപ്പർ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ആ ടിപ്പ്, കായപ്പൊടി, ഒരു ഞുള്ളു കായപ്പൊടി ഇതിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ ബീഫ് ഇതുപോലെ നല്ല മൊരിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് വരും. ഇതാണ് എൻ്റെ ബീഫ് ഒലത്തിയതിൻ്റെ ട്രിക്ക്. അപ്പം ഇത് ബീഫ് ഒലത്തിയത് മലയാളികൾക്ക് ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ? അപ്പം മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ഒലത്തിയ ബീഫ്. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത നല്ലൊരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.